Hello friends, Art and Ashraf YouTube ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സിംഗിൾ കളർ പോസ്റ്റർ ഡിസൈനിനെ കുറിച്ചാണ്. പോസ്റ്റർ ഡിസൈനിങ് എന്നത് മാത്രമല്ല, ഈ സിംഗിൾ കളർ മെത്തേഡിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുക എന്നത് കൂടെ നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കാൻ പോകുന്നു. ഈ സിംഗിൾ കളറിലുള്ള പോസ്റ്ററുകൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ സാധാരണ ഈ ഉത്സവങ്ങളുടെയും പ്രഭാഷണങ്ങളുടെയൊക്കെ പോസ്റ്ററുകൾ ഒരൊറ്റ കളറിൽ മാത്രം പ്രിന്റ് ചെയ്തെടുക്കുന്ന ഒരു പോസ്റ്ററുകളാണിത്. ഇതുകൊണ്ടുള്ള പ്രധാന ഉദ്ദേശം വളരെ കുറഞ്ഞൊരു ബഡ്ജറ്റിൽ പോസ്റ്റർ ചെയ്തെടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഏതൊരു പോസ്റ്ററുകളും ചെയ്യാറുള്ളത് പോലെ ഫോട്ടോഷോപ്പ്, ഇല്ലുസ്ട്രേറ്റർ, ഇൻഡിസൈൻ, കോറൽ ഡ്രോ ഇങ്ങനെ ഏതൊരു സോഫ്റ്റ്വെയർ വെച്ചും നമുക്ക് ഈ ഒരു സിംഗിൾ കളർ പോസ്റ്ററുകൾ ചെയ്യാവുന്നതാണ്. എങ്കിലും ഇവിടെ നമ്മൾ ചെയ്യുന്നത് സാധാരണ ഡിസൈനിങ് ഷോപ്പുകൾ ചെയ്യാറുള്ളത് പോലെ അഡോബി ഇല്ലുസ്ട്രേറ്ററും അഡോബി ഫോട്ടോഷോപ്പും മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിസൈനിങ് രീതിയാണ്. ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണം, നമ്മുടെ ഇമേജും ബാക്ക്ഗ്രൗണ്ട് മറ്റു കാര്യങ്ങളൊക്കെ ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചും മറ്റു ടെക്സ്റ്റുകളും അതിൻ്റെ അലൈൻമെൻറ്റും അതുപോലെ ജസ്റ്റിഫൈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഫാസ്റ്റായിട്ടും എളുപ്പത്തിലും ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഇല്ലുസ്ട്രേറ്ററിലുമാണ് ചെയ്യുന്നത്. അപ്പോൾ ഫോട്ടോഷോപ്പിൽ ഇത്ര ഇമേജുകളുടെ ലെവൽ, ബ്രൈറ്റ്നെസ്, മറ്റു കാര്യങ്ങളും അതുപോലെ ഇമേജുകൾ കട്ട് ചെയ്യുന്നത് ഇതൊക്കെ പെർഫെക്ഷനായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഫോട്ടോഷോപ്പിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. അങ്ങനെ ഫോട്ടോഷോപ്പ് ഇല്ലുസ്ട്രേറ്ററും പരസ്പരം മിക്സ് ചെയ്തുകൊണ്ടുള്ള ഒരു രീതി നിങ്ങൾക്ക് പരിചയമില്ലെങ്കിൽ നമ്മൾ അതേപ്പറ്റി വളരെ വിശദമായിട്ടുള്ള വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ആദ്യമായി നമ്മളിവിടെ ഇല്ലുസ്ട്രേറ്റർ ആണ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. നമ്മളൊരു A4 സൈസിലുള്ള ഒരു പോസ്റ്ററാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഈ പ്രീസെറ്റിൽ നിന്ന് A4 സെലക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ടോളായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വെർട്ടിക്കൽ രീതിയിലുള്ളൊരു പോസ്റ്റാണ് ചെയ്യുന്നത്. എന്നുകൊണ്ട് നമ്മളിവിടെ ആ ഒരു രീതി ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇല്ലുസ്ട്രേറ്ററിൽ നമ്മൾ CMYK കളർ മോഡിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആവശ്യമായിട്ടുള്ള റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സിംഗിൾ കളർ പോസ്റ്റർ ചെയ്യുമ്പോൾ അതിൻ്റെ ബേസിക്കായിട്ട് 1-2 കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ സിംഗിൾ കളർ പോസ്റ്റർ ചെയ്യുമ്പോൾ ആ വർക്കുകളെല്ലാം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് ചെയ്യേണ്ടത്. അതായത് ഗ്രേ സ്കെയിലാണ് ചെയ്യേണ്ടത്. നമ്മളുടെ ഇതിനുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ടുകളും ഇമേജുകളും കാര്യങ്ങളൊക്കെ ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇവിടെ CMYK കളർ മോഡിൽ ഇട്ടത്. നമുക്ക് ഇല്ലുസ്ട്രേറ്ററിനകത്ത് 2 കളർ മോഡുകളാണ് ഉള്ളത്, RGB ആൻഡ് CMYK. പിന്നെ നമുക്ക് ഇമേജുകളോ മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിനകത്ത് എഡിറ്റ് വഴി ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കാവുന്നതാണ്. പക്ഷെ നമുക്ക് അത്തരത്തിലൊരു ആവശ്യം വരുന്നില്ല. രണ്ടാമത്തെ കാര്യം, ഇത്തരം സിംഗിൾ കളർ പോസ്റ്ററുകൾ 2 രീതിയിൽ പ്രിന്റ് ചെയ്തെടുക്കാറുണ്ട്. അതിലൊന്നാമത്തെ പോളിമാസ്റ്റർ ഉപയോഗിച്ചുള്ളൊരു പ്രിൻറ്റിങ് രീതിയാണ്. ഇതിന് വളരെയധികം ചിലവ് കുറഞ്ഞൊരു പ്രിൻറ്റിങ് രീതിയാണ്. അതിൽ തന്നെ രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ഉള്ളത് സാധാരണ CTP അല്ലെങ്കിൽ പ്ലേറ്റ് ഉപയോഗിച്ചിട്ടുള്ള പ്രിൻറ്റിങ് രീതിയാണ്. ഇത് നമ്മൾ 4 കളർ പ്രിൻറ്റിങ് ചെയ്യുന്നത് പോലെ ഇപ്പോൾ 4 പ്ലേറ്റ് ഉപയോഗിച്ചിട്ടാണ് 4 കളർ പ്രിൻറ്റ് ചെയ്തെടുക്കുന്നത്, എല്ലാവർക്കും അറിയാം. അതുപോലെ ഒരൊറ്റ പ്ലേറ്റ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് ഈ സിംഗിൾ കളർ പ്രിൻറ്റ് ചെയ്തെടുക്കുന്ന ഒരു രീതിയാണ്. ഇത്തരം ഒരു രീതിക്ക് വളരെയധികം പെർഫെക്ഷനും വളരെയധികം എത്ര ലൈറ്റായിട്ടുള്ളതും എത്ര ഡാർക്കായിട്ടുള്ള കളറും വരെ നല്ല വൃത്തിയായിട്ട് പ്രിൻറ്റിങ്ങിൽ കിട്ടുന്നു എന്നുള്ളതാണ് ഇങ്ങനെയൊരു രീതിയുടെ പ്രത്യേകത. ഇനി അടുത്തതായിട്ടുള്ളത്, ഇത്തരം പോസ്റ്ററുകൾ നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രിൻറ്റിങ് ഏരിയ ഉണ്ട് എന്നുള്ളത്. സാധാരണ ഒരു A4 സൈസിലുള്ള പോസ്റ്ററാണ്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ മുഴുവനായിട്ട് ഡിസൈൻ ചെയ്യാം എന്നുള്ളൊരു രീതി ഇവിടെ പറ്റില്ല. കാരണം നമ്മളൊരു മൾട്ടി കളർ പോസ്റ്ററൊക്കെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഇത് പ്രിൻറ്റബിൾ ഒന്നായിട്ടാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. വലിയ വലിയ പേപ്പറിലൊക്കെ ഈ വർക്ക് കോപ്പി ചെയ്ത് എടുത്ത് വെച്ചിട്ട് അത് അങ്ങനെയൊക്കെയാണ് പ്രിൻറ്റ് ചെയ്യുന്നത്. ഇത്തരം A4 സൈസിലുള്ള പോസ്റ്ററുകൾ A4 പേപ്പർ, A4ൻ്റെ വലിയ കെട്ടുകളായിട്ടുള്ള പേപ്പർ വാങ്ങിയിട്ട് ആ പേപ്പറിലാണ് സാധാരണ ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നത്. ഈ ഓഫ്സെറ്റ് പ്രസ്സിലൊക്കെ A4 പേപ്പറുകളിലാണ് ഇങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നത്. അങ്ങനെ പ്രിൻറ്റ് ചെയ്യുമ്പോൾ ആ മെഷീനിൽ ഇത്തരം പേപ്പറുകൾ പിടിച്ചെടുക്കാൻ, ഇതിന് ഗ്രിപ്പർ എന്നൊക്കെ പറയും, ആ ഗ്രിപ്പർ പിടിക്കാൻ ഇതിനകത്തൊരു സ്പേസ് ആവശ്യമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ ഇത്തരം കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നില്ല. കാരണം ഈ ഒരു A4ലുള്ള പ്രിൻറ്റിങ് ഏരിയ എത്രയാണ് എന്നതിനെക്കുറിച്ച് മാത്രം മനസ്സിലാക്കിയാൽ മതി. അതിനകത്ത് മാത്രം നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഡിസൈനേഴ്സ് ഈ ഒരു മേഖലയിൽ അനുവർത്തിച്ച് വരുന്ന ഒരു രീതി. അത് ബിൽ ബുക്കുകളാണെങ്കിലും കൂപ്പണുകളാണെങ്കിലും റെസിപ്റ്റുകളാണെങ്കിലും ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത്. ഇപ്പോൾ ഇതൊരു A4 പേപ്പറാണുള്ളത്, ഒരു സൈസാണുള്ളത്. അതിനകത്ത് നമ്മളൊരു ഏരിയ നിർണ്ണയിക്കുന്നു. ഇവിടെ ഈ ഒരു ബോക്സ് എടുത്തതിന് ശേഷം ഇവിടെ സിംഗിൾ ക്ലിക്ക് ചെയ്യുന്നു. ഇനി നമ്മൾ ഇവിടെ വിഡ്ത്ത് 19 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 26.5 സെൻറ്റിമീറ്റർ
ഇപ്പോൾ ഒരു ബോക്സ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. നമ്മളിവിടെ അത് അലൈൻ ചെയ്തിട്ട് സെൻറ്റർ ചെയ്യുന്നു. ഈ ഒരു ഏരിയക്കകത്താണ് നമ്മളുടെ ഡിസൈൻ വരേണ്ടത്. സാധാരണ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും സിംഗിൾ കളർ പോസ്റ്ററുകൾക്കൊക്കെ ഒരു ബോർഡർ ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ബോർഡർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു ലൈന് നമ്മുടെ പോസ്റ്ററിൻ്റെ ഒരു ഡിസൈനായിട്ട് വരാറ്. ഇങ്ങനെ ഒരു ലൈന് നമ്മുടെ പോസ്റ്ററിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ ആ ഒരു ലൈന് ബ്രേക്ക് ചെയ്ത് പുറത്ത് പോകുന്ന വിധത്തിലുള്ള ഡിസൈനാണ് നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞത്. കാരണം ഇത്രയും സ്പേസ് 4 ഭാഗത്തും നമുക്ക് വൈറ്റായിട്ട് ആവശ്യമാണ്. ഈ പോസ്റ്ററിൻ്റെ ഒന്നാമത്തെ ഘട്ടം ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ പോയിട്ട് ആ ഒരു ബാക്കി ഇമേജുകളും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഒരു പേജ് എടുക്കുന്നു. നമ്മൾ കുറച്ചുകൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ലൈനിൻ്റെ പുറത്തേക്ക് എന്തായാലും വർക്ക് വരുന്നില്ലല്ലോ, അപ്പോൾ ഈ ഉള്ളിലുള്ള സൈസാണ് നമ്മളിവിടെ പേജായിട്ട് എടുക്കുന്നത്. നമ്മളിവിടെ നേരത്തെ കൊടുത്ത 19 സെൻറ്റിമീറ്റർ, ഹൈറ്റ് 26.5 സെൻറ്റിമീറ്റർ, റെസൊല്യൂഷൻ ആവശ്യത്തിനുള്ള 300 റെസൊല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ കളർ മോഡ് നമ്മൾ ഗ്രേ സ്കെയിലാണ് ഇടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളിവിടെ ഗ്രേ സ്കെയിലാണ് വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഈ ഗ്രേ സ്കെയിൽ വർക്ക് ചെയ്തതിന് ശേഷം അത് പ്രിൻ്റ് ചെയ്യുന്ന സമയത്ത് മാത്രമാണ് നമുക്ക് ഏത് കളറാണ് ആവശ്യം ആ കളർ അവിടെ പ്രിൻറ്റിംഗ് മെഷീനിൽ ഉപയോഗിക്കുന്നത്. നമ്മളിവിടെ പോളിമാസ്റ്റർ സംവിധാനത്തിലാണ് ഇതിൻ്റെ പ്രിൻറ്റിങ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇമേജുകൾക്കൊക്കെ നമ്മൾ ഈ മോണിറ്ററിൽ കാണുന്നതിനേക്കാൾ അഡ്വാൻസ് ആയിട്ട് കുറച്ച് ബ്രൈറ്റ്നെസ് ഉണ്ടായിരിക്കണം. അതിങ്ങനെ ഈ കർവ്സ് ഓപ്ഷനിലൂടെ കൂട്ടിയാലും അത് അല്ലെങ്കിൽ നമുക്കിവിടെ ബ്രൈറ്റ്നെസ് ആയിട്ട് കൂട്ടിയാലും കുഴപ്പമില്ല. ഇങ്ങനെ ഇമേജുകൾ വളരെ ഡാർക്കായിട്ട് ഇരുന്നാൽ നമ്മുടെ പ്രിൻ്റ് ഒരുപാട് ഇരുണ്ടതായിട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് ഈ പോളിമാസ്റ്റർ സംവിധാനത്തിലൂടെ പ്രിൻ്റ് ചെയ്തെടുക്കുന്ന മാത്രം കാര്യമാണ്. നമ്മൾ പ്ലേറ്റ് ഉപയോഗിച്ചിട്ട് പ്രിൻ്റ് ചെയ്തെടുക്കുമ്പോൾ സാധാരണ നമ്മൾ മൾട്ടി കളർ പോസ്റ്ററൊക്കെ ചെയ്യുന്നത് പോലെ നമ്മൾ ഈ ഡിസ്പ്ലേയിൽ കാണുന്ന അതേ വ്യക്തത അതേ ക്ലാരിറ്റി
നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നതാണ്. മാത്രമല്ല ഇതുപോലെ വളരെ ഇതിലും മൈന്യൂട്ടായിട്ടുള്ള ഷെയ്ഡുകൾ, ലൈറ്റായിട്ടുള്ള ഷെയ്ഡുകളൊക്കെ വളരെ കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പ്ലേറ്റ് സംവിധാനത്തിലൂടെ പ്രിൻ്റ് ചെയ്തെടുക്കേണ്ടി വരും. അതൊരു സാധാരണ രീതിയാണ് ഈ പ്ലേറ്റ് സംവിധാനത്തിലുള്ള പ്രിൻറ്റിങ്. മറ്റ് വിദേശ രാജ്യങ്ങളിലും ഗൾഫ് നാടുകളിലും ഒക്കെ അത്തരം രീതികൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ കേരളത്തിൽ വളരെ ചെറിയ പ്രിൻറ്റിങ് പ്രസ്സുകളിലാണ് ഈ ചെലവ് കുറഞ്ഞ രീതിയിലൂടെ പ്രിൻ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ ഈ വർക്ക് സേവ് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ 2 സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ച് വർക്ക് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇങ്ങനെ സേവ് ചെയ്യുന്ന ഒരു രീതിയാണ്. നമ്മൾ വളരെ ഫിക്സഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് മാത്രം ഇത് സേവ് ചെയ്യുക. അതായത് വളരെ വ്യക്തമായിട്ട് നമ്മൾ സേവ് ചെയ്യാനുള്ള ഒരു സ്ഥലം നിശ്ചയിക്കുകയും ആ ഒരു പ്രസ്തുത ഫോൾഡറിൽ മാത്രം ഈ ഫയൽ സേവ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെ പറയാൻ കാരണം നമ്മൾ സാധാരണ എളുപ്പത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഡെസ്ക്ടോപ്പിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു താൽക്കാലിക സ്ഥലത്തൊക്കെ സേവ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിനി ഈ വർക്ക് ഇല്ലുസ്ട്രേറ്ററിലേക്ക് പ്ലേസ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ സേവ് ചെയ്ത ഫയൽ താൽക്കാലികമായൊരു ഇടത്ത് നമ്മൾ മാറ്റി മറ്റൊരു ഫോൾഡറിലേക്കൊക്കെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഈ പ്ലേസ് ചെയ്ത ഫയൽ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇപ്പോൾ സേവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പുള്ള വ്യക്തമായിട്ടുള്ള സ്ഥലത്ത് ഈ ഫയൽ സേവ് ചെയ്യുക. ഇനി നമ്മൾ സേവ് ചെയ്ത് വെച്ച ആ PST ഫയൽ ഇവിടെ പ്ലേസ് ചെയ്യാണ്. ഇവിടെ അലൈൻ ടൂൾ ഉപയോഗിച്ചിട്ട് അതൊന്ന് അലൈൻ ചെയ്യുന്നു. അതിനുശേഷം ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഫയൽ ഏറ്റവും അടിയിലേക്ക് ഇടുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ ഒരു ലൈന് നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ട് അത് ഏറ്റവും മുകളിലാക്കിയിട്ട് വെക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ ഇത് ഏറ്റവും അടിയിലേക്ക് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ലൈന് നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാം. അതിനുശേഷം ഈ ലൈനും ഈ ബാക്ക്ഗ്രൗണ്ട് വർക്കും നമ്മൾ Ctrl+2 അടിച്ചിട്ട് ലോക്ക് ചെയ്തിടുകയാണ്. നമ്മളിവിടെ ടെക്സ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മുടെ വർക്ക് പൂർത്തിയായിട്ടുണ്ട്. അപ്പം ഇവിടെ നോക്കിയാൽ കാണാം എല്ലാ വർക്കുകളും ഗ്രേ സ്കെയിലാണ് നിൽക്കുന്നത്. അതായത് ഈ ബാക്ക്ഗ്രൗണ്ട് വർക്കുകളെല്ലാം നമ്മൾ ഫോട്ടോഷോപ്പിലാണ് ചെയ്തിട്ടുള്ളത്, ഗ്രേ സ്കെയിൽ കളർ മോഡിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഫുള്ളായിട്ട് ഗ്രേ സ്കെയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ബാക്കി ഇവിടെ വരുന്ന ടെക്സ്റ്റുകൾ മറ്റു വെക്ടർ ഫോർമാറ്റുകൾ എല്ലാം നമ്മളിവിടെ ബ്ലാക്ക് കളറാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വർക്ക് മുഴുവനായിട്ട് ഇപ്പോൾ ഗ്രേ സ്കെയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവ് തീർച്ചയായിട്ടും മനസ്സിലാക്കുക. അപ്പോൾ ഇതിന് 19 സെൻറ്റിമീറ്റർ വിഡ്ത്തും 26 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മാക്സിമം 27 സെൻറ്റിമീറ്റർ വരെയാണ് പോകാവുന്നത്. നമുക്ക് നമ്മുടെ ഡിസൈനിങ് സെൻറ്ററിൻ്റെ പേരുകളോ ക്രിയേറ്ററുടെ പേരുകളോ ഒക്കെ ഈ ഒരു ലൈനിൻ്റെ തൊട്ടു താഴെ വളരെ ചെറിയ ഫോണ്ട് സൈസിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇതിനകത്ത് വെക്കുന്നതുകൊണ്ടും കുഴപ്പമില്ല.
സാധാരണ ഇതിൻ്റെ പുറത്താണ് വെക്കാറുള്ളത്. ഈ ഒരു അടിഭാഗത്തായിട്ടോ അല്ലെങ്കിൽ ഈ ഒരു സൈഡിലോ നമുക്ക് നമ്മുടെ ബ്രാൻഡ്, നമുക്ക് നമ്മുടെ ക്രിയേറ്ററുടെ പേരുകളോ ഷോപ്പിൻ്റെ പേരൊക്കെ കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഈ ഒരു A4 സൈസിലുള്ള പോസ്റ്റർ പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാകുന്ന കുറച്ച് വിശദീകരണമാണ് ഈ ഒരു വീഡിയോയിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. കാരണം ഇതിലെ അളവുകളും കാര്യങ്ങളും ഒക്കെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കാരണം കുറച്ച് വിശദീകരണങ്ങളാണ് ഇതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ നിർബന്ധമായിട്ടും രേഖപ്പെടുത്തുക. എങ്കിലേ നമുക്കത് നമ്മുടെ വീഡിയോകൾ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയുകയുള്ളൂ. ഈ വീഡിയോ 2 പാർട്ടുകളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ നെക്സ്റ്റ് ഭാഗം കൂടെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയുമായിട്ട് കാണാം. അതുവരേക്കും ഗുഡ് ബൈ.